ഹായ് ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും ഇന്ന് ചിക്കൻ്റെ ഒരു വെറൈറ്റി ഡിഷായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ചിക്കൻ്റെ ബ്രസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ വീട്ടിൽ ക്രിസ്പി ചിക്കൻ ഫിംഗർ തയ്യാറാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത്. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടുണ്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇത് വളരെ ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിന് വേണ്ടത് നമുക്ക് ചിക്കൻ്റെ ബ്രസ്റ്റാണ്. മെയിൻ വേണ്ട ഇൻഗ്രീഡിയൻസ് ചിക്കൻ ബ്രസ്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 450 ഗ്രാമിൻ്റെ ചിക്കൻ ബ്രസ്റ്റാണ്. അപ്പോൾ അത് നമുക്ക് ആദ്യം തന്നെ നന്നായിട്ട് കഴുകിയിട്ട് അതിലത്തെ വെള്ളമൊക്കെ ഒന്നൊരു ടിഷ്യൂ ഉപയോഗിച്ചിട്ട് ഒപ്പിക്കളയാം. അതിനുശേഷം അത് നമുക്ക് നീളത്തിലൊന്ന് മുറിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇത് ഇത്രയും പോകുന്ന ഒരു പീസ് നമുക്ക് ഒരു 4-5 നീളത്തിലുള്ള പീസാക്കിയിട്ട് മുറിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഈ ഫുള്ള് ചിക്കൻ ബ്രസ്റ്റ് മുറിച്ച് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇത് അധികം ഭയങ്കര തിന്നായിട്ട് മുറിക്കണ്ട. ഒരു 5 പീസ് ഒരു ചിക്കൻ ബ്രസ്റ്റിൻ്റെ ഒരു പോർഷൻ എടുത്തിട്ട് ഒരു 5 പീസാക്കിയിട്ട് മുറിക്കുന്ന വിധത്തിൽ ആക്കിയാൽ മതി. ഇത് വല്ലാണ്ട് കനം കുറഞ്ഞു പോയാൽ നമ്മൾ ഓയിലിലിടുന്ന സമയത്ത് വല്ലാണ്ട് ക്രിസ്പി ആയിട്ട് പോവും. ഇപ്പോൾ ചിക്കൻ്റെ ബ്രസ്റ്റ് മാത്രമായിട്ട് നമുക്ക് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഒരു ഫുള്ള് ചിക്കൻ വാങ്ങിയിട്ട് അതിൻ്റെ ബ്രസ്റ്റ് ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ബ്രസ്റ്റ് ഉപയോഗിച്ചിട്ട് മാത്രം നമുക്ക് ചിക്കൻ ഫിംഗർ തയ്യാറാക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ മറ്റുള്ള എല്ലിൻ്റെ പോർഷനൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഒരു ഫുൾ ചിക്കനാണ് വാങ്ങണതെന്ന് വെച്ചാൽ ബ്രസ്റ്റ് ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് ഇതേപോലെ നീളത്തിൽ മുറിച്ച് മാറ്റിയെടുക്കുക. പിന്നെ നമുക്ക് ഈ ചിക്കൻ ഫിംഗർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മസാല എടുത്തിട്ട് നമുക്ക് ചിക്കൻ്റെ ഏത് ഭാഗം വെച്ചിട്ടും നമുക്ക് ഇത് ചെയ്തെടുക്കാം. പക്ഷേ നമുക്കപ്പോൾ അത് ചിക്കൻ ഫിംഗറായിട്ട് കിട്ടില്ല. നമുക്ക് ക്രിസ്പി ചിക്കനായിട്ട് ചിക്കൻ്റെ ഏത് പാർട്സ് വെച്ചിട്ടും നമുക്ക് ഇത് ചെയ്തെടുക്കാം. അപ്പം നമുക്കിപ്പോൾ ഇവിടെ ചിക്കൻ ബ്രസ്റ്റ് ഫുള്ള് മുറിച്ച് തീർന്നിട്ടുണ്ട്. അതിനുശേഷം ഇതൊരു ബൗളിലിട്ടിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകളൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതിന് നമുക്കിപ്പോൾ ഒരുപാട് മസാലകളൊന്നും ആവശ്യമില്ല. മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് മസാലകളൊന്നും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമില്ല. വളരെ കുറച്ച് മതി. മൈദ നമ്മളിപ്പോൾ ഇവിടെ ഒരു 2 ടീസ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഉപ്പാണ്. അപ്പോൾ ഉപ്പ് ഞാനിവിടെ ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് കൂടാതെയും കുറയാതെയും നോക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടി. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ റെഡ് ചില്ലി പൗഡർ അതും 1 ടീസ്പൂൺ എടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓയിൽ നിങ്ങൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കോട്ടിങ്ങിനുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് കോട്ടിങ്ങിന് മെയിൻ വേണ്ടത് ബ്രെഡ് ക്രംസ്, 2 മുട്ട, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, ഒരു നുള്ളു ഗരം മസാലപ്പൊടി. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഞാനിവിടെ പാക്കറ്റിൽ വാങ്ങുന്ന ബ്രെഡ് ക്രംസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ റസ്ക് പൊടിച്ചിട്ടും ചെയ്യാം. അപ്പോൾ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുമ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 ഭാഗം മാത്രം ഇട്ട് കൊടുക്കണുള്ളൂ. ഇതിനേക്കാളും കുറച്ചും കൂടി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളിത് തീരുന്നതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. കാരണം നമ്മൾ ഓരോ ചിക്കൻ പീസും മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കുമ്പോൾ ബ്രെഡ് ക്രംസ് ആകെ നനഞ്ഞു പോവും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആകുമ്പോഴേക്കും നന്നായിട്ട് വെറ്റായ ബ്രെഡ് ക്രംസ് ആവും കിട്ടുക. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ 1/2 ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 മുട്ട ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ മുട്ടയിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് എരിവ് ഇത്രയും ആവശ്യമില്ലെങ്കിൽ നമുക്ക് കുരുമുളക് പൊടിയുടെയും പിന്നെ നമ്മൾ ആദ്യമേ ചിക്കനിൽ ചേർത്ത മുളക് പൊടിയുടെയും അളവ് ഒന്ന് കുറയ്ക്കാം. ഇതിപ്പോൾ അധികം എരിവൊന്നുമില്ല. ഇത് കറക്റ്റ് എരിവായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇത്രയും എരിവ് ആവശ്യമില്ലാത്തവർക്കാണെങ്കിൽ ഇതൊന്നും കൂടിയും കുറയ്ക്കാം. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ മുട്ടയും ഒക്കെ നന്നായിട്ട് മുട്ടയിൽ ഇട്ടേക്കുന്ന മസാലകളൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായി മിക്സാക്കിയതിന് ശേഷം
മാറ്റി വച്ചേക്കുന്ന ഓരോ ചിക്കൻ പീസും നമ്മൾ ആദ്യം ഈ മുട്ടയിൽ മുക്കി അതിനുശേഷം നമ്മൾ ഈ റസ്ക് പൊടിയിൽ മുക്കിയിട്ട് നമ്മൾ വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക. അങ്ങനെ നമ്മൾ എല്ലാ ചിക്കൻ പീസും ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കുമ്പോൾ ബ്രെഡ് ക്രംസ് ഇങ്ങനെ വെറ്റായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അത് ഒഴിവാക്കാനാണ് ഇപ്പം ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ തീരുന്നതിനനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുക. ഇത് ഏകദേശം ഒരു മീഡിയം സൈസ് ബൗള് ബ്രെഡ് ക്രംസ് നമുക്ക് ആവശ്യം വരും. അപ്പോൾ ഇവിടെ ബ്രെഡ് ക്രംസ് തീരുന്നതിനനുസരിച്ച് ഞാനിവിടെ വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എല്ലാ ചിക്കൻ പീസും നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുക. ആദ്യം മുട്ടയിൽ മുക്കുക, പിന്നീട് ബ്രെഡ് ക്രംസിൽ മുക്കുക, അതിനുശേഷം മാറ്റി വയ്ക്കുക. അങ്ങനെ നമ്മൾ എല്ലാം ചെയ്തതിന് ശേഷം വേണം ഇത് നമുക്ക് 2 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് ഫ്രിഡ്ജിൽ വെക്കണം. അതായത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഉടനെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നില്ല. ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്ത ഉടനെ നമ്മൾ ഇത് കോട്ടിങ് തയ്യാറാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എല്ലാ ചിക്കൻ പീസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഒരു അലുമിനിയം ഫോയിൽ ഉപയോഗിച്ചിട്ട് കവർ ചെയ്തിട്ട് നമ്മൾ ഒരു ചുരുങ്ങിയത് 2 മണിക്കൂറെങ്കിലും ഇത് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അതിനുശേഷം 2 മണിക്കൂറിന് ശേഷമാണ് ഇത് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ ചൂടായ ഓയിലിൽ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് 2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. 2 മണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ട് നമുക്കൊരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഇത് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ കുറച്ചധികം ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഏകദേശം നമ്മൾ ചിക്കൻ കഷ്ണങ്ങൾ മുങ്ങി കിടക്കത്തക്ക വിധത്തിൽ ഞാനിവിടെ ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈയോ ഷാലോ ഫ്രൈയോ നമുക്ക് ചെയ്തെടുക്കാം. അത് എങ്ങനെയാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഷാലോ ഫ്രൈ ആണെങ്കിൽ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ഓയിൽ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് 2 സൈഡും മറിച്ചിട്ടിട്ടോ അല്ലെങ്കിൽ ഡീപ്പ് ഫ്രൈ ആക്കിയിട്ടോ നിങ്ങൾക്ക് പൊരിച്ചെടുക്കാം. ഓയിൽ നന്നായി തിളച്ച് നമ്മൾ ചിക്കൻ പീസ് ഇട്ടതിന് ശേഷം നമ്മൾ ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറയ്ക്കണം. കാരണം അല്ലെങ്കിൽ നമ്മൾ ഈ പുറം ഭാഗമൊക്കെ വേഗം കരിഞ്ഞു പോകും, ഉള്ളിൽ വേവുകയും ചെയ്യില്ല. അപ്പോൾ നമ്മളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലെയിം നന്നായി കുറച്ചിട്ടിട്ട് വേണം ഒരു 10 മിനിറ്റോളം ഏകദേശം ഇട്ടിട്ട് 2 ഭാഗം സൈഡും മറിച്ചിട്ടിട്ട് പൊരിച്ചെടുക്കണം. ആ സമയത്ത് നമ്മൾ ഫ്ലെയിം വളരെ കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് വിചാരിച്ച പോലെ നമുക്കിത് വെന്ത് കിട്ടില്ല. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ ഈ 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കോരിയെടുക്കാം. അപ്പോൾ 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഫ്ലെയിമിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അങ്ങനെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ചിക്കൻ പീസും നമുക്ക് പൊരിച്ചെടുക്കാം. പിന്നെ നമ്മൾ സെക്കൻഡ് ട്രിപ്പിൽ നമ്മൾ ഈ ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തത് കൊണ്ട് നമുക്ക് ഈ റസ്ക് പൊടിയൊന്നും അധികം ഓയിലിലേക്ക് പോയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഓയിൽ മാറ്റേണ്ടി വരില്ല. അപ്പോൾ ഒരു 450 ഗ്രാമിൻ്റെ ചിക്കനൊക്കെ പൊരിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് ഒഴിക്കുന്ന ഓയിൽ തന്നെ നമുക്ക് മതിയാവും. പക്ഷെ നമ്മൾ വളരെ കൂടുതൽ അളവിൽ നമ്മൾ പൊരിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ ഇടയ്ക്കൊന്ന് ഓയിൽ മാറ്റി കൊടുക്കേണ്ടി വരും. അപ്പോൾ പിന്നെ നമ്മൾ കൂടുതൽ അളവ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇൻഗ്രീഡിയൻസും അളവ് കൂട്ടേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ഇത് വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നമ്മളിപ്പോൾ സ്നാക്ക് ബോക്സിലൊക്കെ ഇട്ട് കൊടുത്താൽ ഇത് വളരെ രസമായിട്ട് അവർ കഴിക്കും. താങ്ക്സ്.